ഹലോ, ഞാൻ ബിന്ദു സമ്പർ, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് സാരി ഡ്രപ്പിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ണിൻ്റെ മേളിൽ ഐ ഷാഡോസ് യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഇതുമാതിരി ഡാർക്ക് ഷെയ്ഡ്സ് ബ്ലാക്കോ ബ്രൗൺസോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കാണാറുണ്ട് ചിലർക്ക് അത് ഫോളോ ഔട്ട് ആകാറുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. ഇത് പറയുന്ന ഗാർണിയർ മൈസെല്ലാർ വാട്ടർ എന്നാണ്. ഈ മൈസെല്ലാർ വാട്ടറിൽ തന്നെ 2 തരത്തിലുണ്ട്. ഇതിപ്പോൾ ഒരു പിങ്ക് കളറിൽ അടപ്പാണല്ലോ നിങ്ങൾ കാണുന്നത്. ഇതേമാതിരി യെല്ലോ കളർ അടപ്പുള്ള, അതായത് കവറിങ് ഉള്ള ഒരു ബോട്ടിലുണ്ട്. അതിൽ ഓയിൽ കണ്ടൻ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഓയിലില്ല. ഇത് നമുക്ക് ഫേസ് മേക്കപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ നമുക്കിത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ മേളിൽ ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ഫോളോ ഔട്ടായി. അന്നേരം എന്താ ചെയ്യേണ്ട? ഇത് ഇയർബഡ്സ് ആണെങ്കിലും നമ്മൾ മേക്കപ്പ് ഭാഷയിൽ എന്താ പറയുന്ന ക്യൂ ടിപ്പ് എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചെടുക്കുക. എടുത്തതിന് ശേഷം ഏത് ഭാഗത്താണ് ഫോളോ ഔട്ട്, അപ്പോൾ നമ്മൾ ഓൾറെഡി ചിലപ്പോൾ മേക്കപ്പ് ഫുൾ ചെയ്തിട്ടുണ്ടാവും, ബ്ലഷ് ഹൈലൈറ്ററൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി ആലോചിച്ച് നമ്മൾ വറി ചെയ്യേണ്ട. പകരം ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അത് റിമൂവ് ചെയ്ത് അതൊന്ന് ഫാനിൽ ഒന്ന് ഉണക്കുക. അതായത് ആ ഒരു ഈർപ്പം മാറുന്നത് വരെ ഉണക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ പഴയ അതേ കാര്യം ചെയ്തു തുടങ്ങുക. അതായത് കുറച്ചൊരു പ്രൈമർ അപ്ലൈ ചെയ്യുക. അത് ആ ഒരു സ്പോട്ടിൽ മാത്രം, എവിടെ നിങ്ങൾ ഇത് വെച്ച് റിമൂവ് ചെയ്തോ അവിടെ മാത്രമായിട്ട് കുറച്ച് പ്രൈമർ ആദ്യം അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ ഹൈലൈറ്റിങ്ങിന് യൂസ് ചെയ്ത കൺസീലർ അത് അപ്ലൈ ചെയ്യുക. അത് പൗഡർ കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബ്ലഷും ഹൈലൈറ്ററും നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം സോൾവായി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. മറക്കാതെ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.